സംഖ്യാപുസ്തകം അധ്യായം 33. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ആവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏഥാമിൽ പാളയമിറങ്ങി. ഏഥാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽസെഫോനെതിരെയുള്ള പീഹഹീരോത്തിന് തിരിഞ്ഞുവന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏഥാം മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറയിൽ പാളയമിറങ്ങി. മാറയിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി. ആലൂഷിൽ നിന്നും പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസരോത്തിൽ പാളയമിറങ്ങി. ഹസരോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരേസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരേസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസയിൽ പാളയമിറങ്ങി. റിസയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാദയിൽ പാളയമിറങ്ങി. കെഹേലാദയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖേലോത്തിൽ പാളയമിറങ്ങി. മഖേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസെരോത്തിൽ പാളയമിറങ്ങി. മോസെരോത്തിൽ നിന്നും പുറപ്പെട്ട് ബെനയാഖാനിൽ പാളയമിറങ്ങി. ബെനയാഖാനിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗീദ് ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗീദ് ഗാദിൽ നിന്ന് പുറപ്പെട്ട് യോത്ബാദയിൽ പാളയമിറങ്ങി. യോത്ബാദയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് എസ്യോൻ ഗേബെറിൽ പാളയമിറങ്ങി. എസ്യോൻ ഗേബെറിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിൻ്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കിൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹ്റോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ അരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൻ്റെ അതിരിങ്കൽ ഈയെ അബാരീമിൽ പാളയമിറങ്ങി. ഈയമിൽ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട്
അൽമോദിബ്ലാദയീമിൽ പാളയമിറങ്ങി. അൽമോദിബ്ലാദയീമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാനരികെ മോവാബ് സമഭൂമിയിൽ ബേത്ത് യെഷീമോത്ത് മുതൽ ആബേൽ ശിത്തീം വരെ പാളയമിറങ്ങി. യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചെയ്തത്: നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാനക്കരെ കനാൻ ദേശത്തേക്ക് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ച് കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറെയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രം പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും. സംഖ്യാപുസ്തകം അധ്യായം 34. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്: ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിൻ്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിൻ്റെ വശത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റം തുടങ്ങിയായിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കണം. ഹോർ പർവ്വതം മുതൽ ഹമാത്ത് വരെ അതിരാക്കണം. സെദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്ന് ഹസാർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാർ ഏനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ഷെഫാം തുടങ്ങി ആ അതിർ അയീൻ്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിൻ്റെ അതിരായിരിക്കണം. മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്: നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇത് തന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദാനക്കരയായിരുന്നു. പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്: നിങ്ങൾക്ക് ദേശം വിഭാഗിച്ച് തരേണ്ടുന്നവരുടെ പേരുകൾ ആവിത്: പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും. ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാം എന്നാൽ, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഷിമിയോൻ ഗോത്രത്തിൽ അമീഹൂദിന്റെ മകൻ ഷെമുവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ എലീദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യൊഗ്ലിയുടെ മകൻ ബുക്കി,
യോസേഫിന്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു ഏഫോദിന്റെ മകൻ ഹാനിയേൽ. എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താന്റെ മകൻ കെമൂവേൽ. സെബൂലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർനാക്കിന്റെ മകൻ എലീസഫാൻ. ഇസാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ. ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ഷെലോമിയുടെ പുത്രൻ അഹീഹൂദ്. നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമീഹൂദിന്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ.